മലയാളിക്ക് വിഷു എന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, അതൊരു പുതിയ പ്രതീക്ഷയാണ്, അതിജീവനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന ആദ്യത്തെ ചുവടുവെപ്പാണ് 2026 ഈ സുപ്രധാനമായ വിഷുപ്പുലരി തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ കറുത്ത വാവുകൾ കഴിഞ്ഞ് വെളുത്ത പക്ഷത്തിലേക്കുള്ള വലിയൊരു യാത്രയുടെ തുടക്കമാണ്. തിരുവോണം വിഷ്ണുവിന്റെ നക്ഷത്രം, അറിവിന്റെയും വിനയത്തിന്റെയും അടയാളം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ വെല്ലുവിളികളോടും മാനസികമായ സംഘർഷങ്ങളോടും പൊരുതി തളർന്നവർക്ക് ആശ്വാസത്തിന്റെ തണൽമരം നൽകാൻ ഈ 2026 വിഷുവിന് സാധിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വലിയ കൊടുങ്കാറ്റിന് ശേഷം തെളിയുന്ന നീലാകാശം പോലെ തെളിമയാർന്ന ഒന്നായിരിക്കും ഈ വർഷത്തെ വിഷുബലം. ജീവിതത്തിന്റെ നാനാ തുറകളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങുന്ന ഒരു സന്ധ്യയാണിത്. നമ്മുടെ ജീവിതത്തിന്റെ ചില കാലഘട്ടങ്ങൾ പരീക്ഷണങ്ങളുടേതാണെങ്കിൽ മറ്റു ചില കാലഘട്ടങ്ങൾ ആ പരീക്ഷണങ്ങളിൽ വിജയിച്ചവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളുടേതാണ്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു ഒരു സുവർണ കൈനീട്ടം പോലെയാണ്. മനസ്സിന്റെ കോണുകളിൽ എവിടെയോ ബാക്കി വെച്ച ആഗ്രഹങ്ങൾ പൊടിത്തട്ടിയെടുക്കാനും പാതിവഴിയിൽ മുടങ്ങിപ്പോയ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനും പ്രകൃതിയും ഈശ്വരനും ഒരേപോലെ കനിഞ്ഞരുളുന്ന കാലമാണിത്. 2026 വിഷുക്കണി കാണുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർ കണ്ണു തുറക്കുന്നത് തങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യോദയത്തിലേക്കായിരിക്കും. തൊഴിൽ മേഖലയിലും അടുപ്പും സാമ്പത്തികമായ ആകുലതകളും കുടുംബത്തിലെ അസ്വസ്ഥതകളും പടിയിറങ്ങാൻ പോകുന്നു എന്ന വലിയ സത്യം ഈ വിഷുക്കാലം നിങ്ങളെ ബോധ്യപ്പെടുത്തും. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരാശയുടെ വാക്കുകൾക്ക് പകരം അംഗീകാരത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും സ്വരങ്ങൾ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങും. വിഷുക്കൈ നീട്ടം വാങ്ങുമ്പോൾ മുതിർന്നവരുടെ ആഗ്രഹം ഏറ്റുവാങ്ങുന്നത് പോലെ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് വിജയത്തിന്റെ കൈനീട്ടം തരുന്ന വർഷമാണിത്. എന്നാൽ ഈ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന മാന്ത്രിക വിദ്യകളല്ല, മറിച്ച് നിങ്ങൾ ഇത്രയും കാലം കാത്തുസൂക്ഷിച്ച ക്ഷമയ്ക്കും സഹനത്തിനും ലഭിക്കുന്ന അർഹമായ പ്രതിഫലമാണ്. ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഈ വർഷത്തെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം. സാമ്പത്തികമായി ഒരു കരകയറ്റം, തൊഴിലിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകൾ, ദാമ്പത്യത്തിൽ മധുരമായ നിമിഷങ്ങൾ, കുടുംബത്തിൽ സമാധാനം എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പുതുനാമ്പ് മുളയ്ക്കുന്ന കാഴ്ചയാണ് 2026 ഏപ്രിൽ മുതൽ നാം കാണാൻ പോകുന്നത്. ഒരു പുഴ ഒഴുകി അണയുന്ന കടൽ പോലെ ശാന്തവും എന്നാൽ കരുത്തുറ്റതുമായ മാറ്റങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും കൂടി ചേരുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ഒരു പുത്തൻ ചരിത്രത്തിന്റെ തുടക്കമാകും. വരാനിരിക്കുന്ന മനോഹരമായ ദിനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിഷു എങ്ങനെയൊക്കെ ഭാഗ്യം നിറയ്ക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 വിഷുക്കാലം സാമ്പത്തികമായി വലിയൊരു ഉണർവ് നൽകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ സാമ്പത്തിക തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങും. തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ മറ്റു സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. മുടങ്ങിക്കിടന്ന കുടിശ്ശികകൾ അപ്രതീക്ഷിതമായി കൈവശമെത്തും. ദീർഘകാലമായി അലട്ടിയിരുന്ന കടങ്ങൾ വീട്ടാൻ സാധിക്കും. ബാങ്ക് ലോണുകൾ അനുവദിക്കപ്പെടുകയും അതുവഴി വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ഈ വർഷം പണം ചെലവാക്കാനുള്ള കാര്യത്തിൽ തിരുവോണം നക്ഷത്രക്കാർ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളാകും. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കി ഭാവിയിലേക്ക് വേണ്ടി നിക്ഷേപിക്കാൻ നിങ്ങൾ തയ്യാറാകും. ഭൂമി, സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വിഷു സംക്രമത്തിന് ശേഷം കൈവരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഒരു ഐശ്വര്യമായി തുടരും. എന്നാൽ വർഷത്തിന്റെ പകുതിയോടെ അല്പം അമിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഉചിതമായിരിക്കും. തൊഴിൽ രംഗത്ത് തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ഒരു സുവർണ വർഷം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കും. ജോലി സ്ഥലത്തെ നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികൾ അംഗീകരിക്കപ്പെടും. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രഹിതരായ തിരുവോണം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള മികച്ച ജോലി ഈ വർഷം ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുകയും വിസ നടപടികൾ വേഗത്തിലാവുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ കാലമാണ്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭമുണ്ടാകും. എന്നാൽ പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കണം. വിപണിയിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കും. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ മികച്ച വേദികൾ ലഭിക്കും. അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നിങ്ങളെ തേടിയെത്തും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും തിരികെ വരുന്ന വർഷമാണിത്. ചന്ദ്രന്റെ ആധിപത്യമുള്ള നക്ഷത്രമായതിനാൽ തിരുവോണം നക്ഷത്രക്കാർ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി ഐക്യമുണ്ടാകും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ ലഭിക്കും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. കുട്ടികളുടെ നേട്ടങ്ങളിൽ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നും. വിവാഹമാലോചിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുന്നതിനും വിവാഹം മംഗളകരമായി നടക്കുന്നതിനും ഈ വിഷുക്കാലം സഹായിക്കും. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ
സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ സാധിക്കും. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കാതെ കൃത്യമായ ചികിത്സ നൽകുന്നത് ഗുണകരമാകും. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സ്വന്തമായി വീടെന്ന സ്വപ്നം ഈ വർഷം യാഥാർത്ഥ്യമായേക്കാം. നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ സാധിക്കും. ഗൃഹപ്രവേശം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. 2026 വിഷുബലം അനുസരിച്ച് തിരുവോണം നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കുന്ന വർഷമാണിത്. ഈശ്വര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറാൻ പ്രാർത്ഥനകളും വ്രതാനുഷ്ഠാനങ്ങളും സഹായിക്കും. ജന്മനക്ഷത്ര ദോഷങ്ങൾ മാറാൻ ശ്രവിച്ചും പഠിച്ചും നേടുന്ന അറിവുകൾ നിങ്ങളെ സഹായിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ദീർഘദൂര തീർത്ഥാടന യാത്രകൾ നടത്താനും യോഗമുണ്ട്. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് മനസ്സിന് സമാധാനം നൽകും. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് ഉചിതമായിരിക്കും. ഇത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും തൊഴിൽ മേഖലയിൽ കൂടുതൽ തിളങ്ങാൻ സഹായിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ വർഷം വർദ്ധിക്കും. വിഷുക്കൈ നീട്ടം നൽകുന്നത് പോലെ തന്നെ ആർക്കെങ്കിലും സഹായം എത്തിക്കുന്നത് വഴി പുണ്യം ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ കാരണമാകും. വിദ്യാർത്ഥികൾക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അനുകൂല ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. തിരുവോണം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടാൻ കഠിനാധ്വാനം ഗുണം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിനായി മികച്ച സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് തങ്ങളുടെ പ്രബന്ധങ്ങൾ സമർപ്പിക്കാനും അംഗീകാരങ്ങൾ നേടാനും സാധിക്കും. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ പ്രത്യേക താല്പര്യം കാണിക്കും. വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. പാസ്പോർട്ട്, വിസ തുടങ്ങിയ രേഖകൾ ശരിയാകുന്നതിൽ ഉണ്ടായിരുന്ന കാലതാമസം ഒഴിവാകും. വിദേശത്ത് നിന്ന് നല്ല വാർത്തകൾ ശ്രവിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ മിതമായ ശ്രദ്ധ ഈ വർഷം ആവശ്യമാണ്. 7.5 ശനിയുടെ അവസാന കാലമായതിനാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. അസ്ഥി സംബന്ധമായ വേദനകൾ, കാലുകൾക്കുണ്ടായിരുന്ന അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രമിക്കണം. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കുക. നല്ല ഉറക്കം ശീലമാക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകും. ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും പാലിക്കുന്നത് വഴി വലിയ അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാം. കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന നടത്തുന്നത് നല്ലതാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് സാധ്യമാകും. എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുകയും നിയമങ്ങൾ പാലിക്കുകയും വേണം. നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ശത്രുക്കൾ തനിയെ പിൻവാങ്ങും. നിങ്ങളുടെ സത്യസന്ധതയും കൃത്യനിഷ്ഠതയും എല്ലാവർക്കും ബോധ്യപ്പെടും. സാമൂഹിക രംഗത്ത് മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ദീർഘകാലമായി നടന്നുകൊണ്ടിരുന്ന കേസുകളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ട്. വിഷു എന്നത് ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീകമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വിഷു പഴയ കഷ്ടപ്പാടുകളുടെ അവസാനവും പുതിയ ഭാഗ്യങ്ങളുടെ തുടക്കവുമാണ്. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അർഹമായ ബലം ഈ വർഷം മുതൽ കണ്ടു തുടങ്ങും. മേടം 1 വിഷുക്കണി കാണുന്നതും കൈനീട്ടം വാങ്ങുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കും. പ്രകൃതി കണിപ്പൂക്കളാൽ അലങ്കരിക്കപ്പെടുന്നത് പോലെ നിങ്ങളുടെ ജീവിതവും ഈ വർഷം സന്തോഷം കൊണ്ട് നിറയട്ടെ. തിരുവോണം നക്ഷത്രത്തിന്റെ അധിപൻ വിഷ്ണുവാണ്. അതിനാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. 7.5 ശനിയുടെ കാലമായതിനാൽ ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജനം കത്തിക്കുന്നതും ശനിസ്തോത്രം ജപിക്കുന്നതും ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. തിരുവോണം നക്ഷത്രക്കാർക്ക് എന്നും ഗുണം ചെയ്യുന്നത് അവരുടെ സത്യസന്ധതയാണ്. വാക്കിലും പ്രവൃത്തിയിലും ഇത് തുടരുക. സാധുക്കൾക്ക് അന്നദാനമോ മറ്റോ നൽകുന്നത് ഗ്രഹദോഷങ്ങൾ മാറാൻ സഹായിക്കും. ചുരുക്കത്തിൽ 2026 വിഷു തിരുവോണം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ പ്രതീക്ഷകളും വിജയങ്ങളും നൽകുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക ഭദ്രത, ഔദ്യോഗിക പുരോഗതി, കുടുംബ സന്തോഷം എന്നിവ ഒരുമിച്ച് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെയും ഈശ്വര വിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെ ഒരു പാഠമായി ഉൾക്കൊണ്ട് പുതിയ വർഷത്തെ സന്തോഷത്തോടെ വരവേൽക്കുക. വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ.